ഏറ്റവും ശക്തമായ ജീവികളോ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളോ അല്ല അതിജീവിക്കുന്നത്, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും അധികം ഇണങ്ങിച്ചേരുന്നവയാണ്. പിന്നിലായി പോയി എന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് മുകളിലേക്കും മാർഗങ്ങളുണ്ടാകും. എത്ര തന്നെ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവരും ഒരിക്കൽ പോലും പരാജയം സമ്മതിക്കാത്തവരുമാണ് യഥാർത്ഥ വിജയികൾ. രണ്ടുപേർ നിന്ന് മൂന്നാമനെ കുറ്റം പറയുമ്പോൾ ഓർക്കുക, പലപ്പോഴും നമ്മളും മൂന്നാമനാകാറുണ്ടെന്നത്. ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിയുകയാണ് സന്തോഷത്തിലേക്കുള്ള സഹജമായ വഴിത്തിരിവാകുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത് മനസ്സിൻ്റെ വിശാലതയാണ്. അത് കുറവായി കാണുന്നത് കാര്യശേഷി ഇല്ലായ്മയാണ്. ഉറച്ച തീരുമാനം എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാനും കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. രണ്ടുപേരിൽ ആർക്കാണോ കൂടുതൽ അഹങ്കാരമെന്ന് തർക്കിക്കാൻ നിന്നാൽ അതിനൊരവസരമില്ലാതെ തർക്കം നീണ്ടുപോകും. അഭിരുചിയും അനുഭവങ്ങളും ഉള്ളവർക്ക് മാത്രമേ ഏതിനെക്കുറിച്ചും അടുത്തറിയാനാവൂ, ആത്മവിശ്വാസത്തോടെ നേരിടാനും കഴിയൂ. അല്ലാത്തവരുടെ അഭിപ്രായങ്ങളും അഭിരുചികളും പ്രയോജനരഹിതമാകും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഈ ലോകത്ത് ഭംഗിയില്ലാത്തതായി ഒന്നുമില്ല. ശുഭപ്രതീക്ഷയോടെ നാളത്തെ പൊൻപുലരിക്കായി കാത്തിരിക്കാം. എല്ലാവർക്കും ശുഭരാത്രി.